മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയുടെ ആഭരണങ്ങൾ കവർന്ന കള്ളൻ വേറെ ലെവൽ. ഇന്ത്യയിലെങ്ങും വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി 35-കാരനായ മുഹമ്മദ് ഇർഫാനെ ഇന്നലെ പിടികൂടിയതോടെയാണ് ഇയാളെക്കുറിച്ചുള്ള കഥകൾ പുറത്തുവരുന്നത്. മോഷ്ടിച്ച പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ ബീഹാർ റോബിൻഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. വില കൂടിയ കാറുകൾ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് രീതി. റോബിൻഹുഡ് സിനിമകളിൽ ആകർഷണനായാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് ഇർഫാൻ പൂനെ പോലീസിനോട് പറഞ്ഞത്. വലിയ നഗരങ്ങളിൽ ഇയാൾക്ക് ഒന്നിലധികം ഫ്ളാറ്റുകളുണ്ടെന്ന് പൂനെ പോലീസ് പറയുന്നു. മോഷണ കേസുകളിൽ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയാൽ ഉടൻ അടുത്ത നഗരം ലക്ഷ്യം വെച്ച് പോകും. 12 നഗരങ്ങളിലായി 40 കവർച്ചകൾ നടത്തിയതാണ് കുറ്റസമ്മതം. ഏറ്റവും ഒടുവിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ നിന്നാണ്. കള്ളനാണെങ്കിലും ഇർഫാൻ മനുഷ്യത്വമുള്ള നന്മ നിറഞ്ഞ കള്ളനാണ്. കക്കുന്നത് സമ്പന്നരുടെ വീടുകളിൽ മോഷണം നടത്തി കിട്ടുന്നതിൽ നിന്ന് പാവങ്ങൾക്ക് സഹായം നൽകും. കഴിഞ്ഞ വർഷം മാർച്ചിൽ പൂനെയിലെ ആഡംബര പാർപ്പിട സമുച്ചയ മേഖലയിൽ നടത്തിയ മോഷണത്തിന് ഇയാൾ പിടിയിലായിരുന്നു. മോഷണം മുതൽ നിന്ന് 1.20 കോടി രൂപ ചെലവിട്ട് സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ 7 ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയിരുന്നു. മാത്രമല്ല നിർധന പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. സീതാമർഹിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ജില്ലാ പരിഷത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പ്രവീൺ അനായാസം വിജയിച്ചിരുന്നു. ജോഷിയുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള ജനൽ വഴിയാണ് ഇർഫാൻ മോഷണത്തിനായി അകത്തു കടന്നത്. ഈ ജനലിൽ അഴികളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുത്തിപ്പൊളിക്കാതെയാണ് അകത്ത് കയറിയിരിക്കുന്നത്. മോഷണശേഷം അടുക്കള വാതിൽ തുറന്നാണ് പുറത്തു കടന്നത്. ജോലിക്കാർ രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ അടുക്കള വാതിലും ജനലും തുറന്നു കിടക്കുന്നത് കണ്ടാണ് മോഷണമാകുമെന്ന് സംശയിച്ചത്. പരിശോധനയിലെ മുകൾ നിലയിലെ മുറിയിലെ ഷെൽഫ് കുത്തി തുറന്നതായും കണ്ടു. ആകെ തുമ്പായി കിട്ടിയത് വീട്ടിലെ CCTVയിൽ നിന്നുള്ള അവ്യക്ത ദൃശ്യം. തൊപ്പി വച്ച് മാസ്ക് കൊണ്ട് മുഖം മറിച്ച ഒരാളുടെ പാതി ഭാഗം മാത്രമേ അതിൽ പതിഞ്ഞുള്ളൂ. ചുറ്റുമുള്ള വീടുകളിലെയും വഴിയിലെയും CCTVകളിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ ചിലതിലുണ്ട്. പക്ഷേ പുലർച്ചെ ആയതിനാൽ നിഴൽ രൂപം മാത്രം. അവസാനം പ്രധാന റോഡിനോട് ചേർന്നുള്ള ഒരു ക്രോസ് റോഡിന് സമീപം പാർക്ക് ചെയ്ത കാറിലേക്ക് ഒരാൾ കയറുന്ന ദൃശ്യം കിട്ടി. ജോഷിയുടെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ ഉള്ളയാളെ പോലൊരാൾ. ആ ദൃശ്യം കാണിച്ചപ്പോൾ ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷിയുടെ ഭാര്യ വർഷ കള്ളൻ കൊണ്ടുപോയ സ്വന്തം ബാഗ് തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് മോഷ്ടാവ് കുടുങ്ങാൻ തുടങ്ങുകയായിരുന്നു. വെള്ള കാർ, നമ്പർ അവ്യക്തം. വൈറ്റിലയിലേക്കുള്ള റോഡരികിലെ ക്യാമറയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയോടെ കാറിൻ്റെ ദൃശ്യം തെളിമയോടെ കിട്ടി. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ ഹിന്ദിയിൽ അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാമർഹി എന്ന പേര്. പുലർച്ചെ രക്ഷപ്പെട്ടയാൾ 12 മണിക്കൂർ കൊണ്ട് എവിടെ എത്തിക്കാണും എന്നതിലേക്കായി പിന്നെ അന്വേഷണം. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി. കാറിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആയതിനാൽ വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. കാർ ഉച്ചയോടെ കേരള അതിർത്തി കടന്നു എന്ന വിവരം വൈകിട്ട് 4 മണിയോടെ ലഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിൻ്റെ സഹായത്തോടെയാണ് വൈകിട്ട് 5 മണിയോടെ ഉടുപ്പിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിലെത്തുകയായിരുന്നു എന്ന് പറയുന്നു. ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച കാറായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കേരളത്തിലെത്തുകയും മോഷണം നടത്തി മടങ്ങുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിഞ്ഞ് ഇതര സംസ്ഥാന സേനകളുടെ സഹായത്തോടെ കൊച്ചി പോലീസ് നടത്തി വ്യാപക പരിശോധനയിൽ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കാർ കണ്ടെത്തുകയും ഇർഫാനെ പിടികൂടുകയുമായിരുന്നു. സ്വർണ്ണ വജ്രാഭരണങ്ങളടക്കം 1 കോടി രൂപയുടെ വിലമതിക്കുന്ന വസ്തുക്കളാണ് ജോഷിയുടെ വീട്ടിൽ നിന്ന് ഇർഫാൻ കവർന്നത്. വജ്ര നെക്ലസ്, 10 വജ്രമോതിരങ്ങൾ, 12 വജ്രം പതിച്ച കമ്മലുകൾ, സ്ത്രീകൾ വിവാഹത്തിന് കയ്യിലണിയുന്ന സ്വർണത്തിൻ്റെ 2 അങ്കി, 10 സ്വർണ്ണമാലകൾ, 10 വാച്ചുകൾ എന്നിവയാണ് മോഷണം പോയത്. ഇവയെല്ലാം കാറിൽ നിന്ന് കണ്ടെടുത്തു. അതിൻ്റെ ഫോട്ടോ എടുത്ത് കർണാടക പോലീസ് കൊച്ചി പോലീസിന് അയച്ചു. പോലീസ് ജോഷിയുടെ വീട്ടിലെത്തി ഉടുപ്പിയിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളുടെ ചിത്രം ജോഷിയുടെ കുടുംബാംഗങ്ങളെ കാണിച്ച് നഷ്ടപ്പെട്ടവ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഇതോടെ വമ്പൻ കവർച്ചയിലെ ആ നന്മയുള്ള കള്ളൻ അഴിക്കുള്ളിലാവുകയും ചെയ്തു.